ചിരിക്കുന്ന താളമിടുന്ന MT. മലയാളിക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ ആകാംക്ഷയായിരിക്കും. കാരണം അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം മലയാളിക്ക് ഇത് ലഭിച്ചിരുന്ന ഒരു കാഴ്ചയാണിത്. ഇത്തരമൊരു കാഴ്ചയ്ക്കും അവസാനം വേദി ഒരുങ്ങിയത് MTക്ക് ഏറെ ഇഷ്ടമായ കോഴിക്കോട് തന്നെയായിരുന്നു. 2024 ഫെബ്രുവരി 8 ബീച്ചിൽ കോഴിക്കോട്ടെ സാംസ്കാരിക കൂട്ടായ്മയായ കല ഒരുക്കിയ വേദിയിലായിരുന്നു സംസ്ഥാന ഭരണകൂടത്തിന്റെ നിസ്സംഗഭാവത്തെ രൂക്ഷമായി വിമർശിച്ച് പ്രസംഗിച്ച കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് വേദി കൂടിയായ കോഴിക്കോട് ബീച്ച്. കോഴിക്കോട് ആർട്ട് ലവേഴ്സ് അസോസിയേഷന്റെ 50ാം വാർഷിക ഉദ്ഘാടന വേദിയിലാണ് പാട്ട് ആസ്വദിക്കുന്ന MT എന്ന വേറിട്ട കാഴ്ചയ്ക്ക് സഹൃദയ ലോകമെന്ന് സാക്ഷികളായത്. MTയെ പോലെ തന്നെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ONVയുടെ ചെറുമകൾ അപർണ രാജീവ് ONVയുടെ ഗാനങ്ങൾ കോർത്തിണക്കി ചടങ്ങിനോടനുബന്ധിച്ച ഗാനസന്ധ്യയും ഒരുക്കിയിരുന്നു. എന്നാൽ നേരത്തെ പോകാനുള്ളതുകൊണ്ട് സംഘാടകർ പറഞ്ഞപ്പോൾ MT അല്പനേരം ഇരിക്കാമെന്ന് സമ്മതിച്ചു. അങ്ങനെയാണ് MT തന്നെ തിരക്കഥ എഴുതിയ നഖക്ഷതങ്ങളിലെ ONV രചിച്ച മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്ന ഗാനം അപർണ MTക്ക് വേണ്ടി മാത്രം നേരത്തെ മൂളിയത്. അതുവരെ ചിരിയില്ലാതെ സർഗാത്മക നിർബന്ധപൂർവം ഇദ്ദേഹത്തിന് മേലെ ചാർത്തിയ ഗൗരവത്തിലിരുന്ന MT ആകട്ടെ പാട്ട് തുടങ്ങിയതോടുകൂടി സദസ്സിനെ അത്ഭുതപ്പെടുത്തി. അതിന്റെ വരികൾക്കൊപ്പം താളം പിടിച്ച് പുഞ്ചിരിയോടെ ആസ്വദിക്കുകയായിരുന്നു. പാട്ട് തീരുന്നതുവരെ കണ്ണടച്ച് അതിൽ ലയിച്ച് താളമിട്ടിരുന്നത് അങ്ങനെ മലയാളിയുടെ സാംസ്കാരിക ചരിത്രത്തിലെ വേറിട്ട കാഴ്ചകളിൽ ഒന്നായി മാറുകയായിരുന്നു. കാൽക്കൽ നോക്കി നടക്കുന്നു വിഷം തീണ്ടാതെ എന്ന തന്റെ തന്നെ വരികളെ അന്വർത്ഥമാക്കിക്കൊണ്ട് പ്രതികരിക്കേണ്ടിടത്തും സംസാരിക്കേണ്ടിടത്തും മാത്രം തന്റെ സാന്നിധ്യം അറിയിക്കുന്ന MTയാണ് ഇതേ ബീച്ചിൽ 2024 ജനുവരിയിൽ KLF ഉദ്ഘാടനത്തിൽ സംസ്ഥാന ഭരണാധികാരികളുടെ അടക്കം കൊള്ളരുതായ്മകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മലയാളികൾ കേട്ടതും കണ്ടതുമെങ്കിൽ അതേ ബീച്ചിൽ തന്നെ മലയാളത്തിന്റെ പ്രിയ കഥാകാരനെ അധികം കാണാത്ത രീതിയിൽ കാണുന്നതിനു കൂടി വേദിയാവുകയായിരുന്നു. അന്ന് അതിന് സാക്ഷികളാവുകയായിരുന്നു കോഴിക്കോട്ടെ സഹൃദയ ലോകം.